ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വഴുതനങ്ങ മസാലക്കറിയാണ് കേട്ടോ. എപ്പോഴും എന്നും രാത്രി എന്താ കറി ഉണ്ടാക്കുക, ചപ്പാത്തിക്ക് എന്താ കറി ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ദിവസങ്ങളിൽ ഒരു ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു മസാലക്കറി എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതും കണ്ടു വെക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ കറിക്ക് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വഴുതനങ്ങ ഇതുപോലെ കുറച്ച് വലുതായിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ. കഴുകിയതിന് ശേഷം കുറച്ച് കട്ടിയിലിരുന്നോട്ടെ, വളരെ ചെറുതാവണ്ട. ഈ വഴുതനങ്ങ ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. ആ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതുകൂടെ ചേർത്തിട്ട് ഇതുപോലെ അധികം മൂപ്പില്ലാത്ത വഴുതനങ്ങയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടിക്കോളും. ഒരുപാട് വഴന്ന് ഉടയേണ്ട ആവശ്യമില്ല. നമ്മൾ കറിയിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. ഇതുപോലെ ഒന്നങ്ങ് വഴന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു കറിയിലൊരു ഇത്തിരി ഓയിൽ കൂടുതൽ വേണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇട്ട്. അപ്പോൾ നോക്കിയിട്ട് എടുക്കുക. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, നാടൻ ടേസ്റ്റ് മതി എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മതി, അല്ലെങ്കിൽ ഓയിലാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെയാണ് ചെറിയ ജീരകത്തിൻ്റെ കാര്യം കേട്ടോ. നല്ല കറക്റ്റ് നാടൻ ടേസ്റ്റിലുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ ജീരകം ഒഴിവാക്കാം കേട്ടോ. ഇത് ചെറിയൊരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഉണ്ടാവും എന്തായാലും. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് മുറിച്ചിട്ടൊന്നുമില്ല, വെറുതെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ നിറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ടും കൂടെ അത്ര മതി കേട്ടോ. കാരണം വഴുതനങ്ങയല്ല ഒരുപാട് അല്ലെങ്കിൽ ഒരു കുത്തുന്ന ടേസ്റ്റായി പോകും. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ നിറച്ച് അത്യാവശ്യം എരിവുള്ള പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1 ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഈ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ഒരു ഇത്തിരി ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. ഓൾറെഡി നമ്മൾ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ആ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി ചെറുതായി മുറിച്ചതുകൂടി ഇട്ട് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ട് നല്ലോണം വഴറ്റിയിട്ട് തക്കാളി നല്ലോണം ഉടഞ്ഞ് വരണം കേട്ടോ. ആ രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ച് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് മിക്സാക്കി റെഡിയാക്കി എടുത്താൽ മതി. ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതോടെ ചേർത്തിട്ട് നല്ലോണം ഇതുപോലെ നല്ല വഴറ്റി ഉടച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നേരത്തെ ചേർക്കാത്ത നിർബന്ധമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ അത് ആദ്യം തന്നെ ചേർത്താൽ മതി കേട്ടോ മസാലയുടെ കൂടെ. അപ്പോൾ കുറച്ചുകൂടെ നന്നായി കിട്ടും, കറിക്ക് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ മസാല നല്ല ഉഷാറ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്തിന് ഇതിലേക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് അത്യാവശ്യം കറി നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അപ്പോഴാണ് മസാലയും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് സെറ്റായിട്ട് വരുള്ളൂ. കറി അത്യാവശ്യം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കറിക്ക് കുറച്ചുകൂടി ഒരു കൊഴുപ്പ് കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ആ ഒരു കടലമാവിൻ്റെ പച്ചച്ചൊവ ഉണ്ടല്ലോ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കും ഒരു ഇത്തിരി സമയം. പിന്നെ കടലമാവ് വളരെ കുറച്ച് 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. കൂടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കറി കുറുകി തിക്കായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഈ കറി നന്നായിട്ട് കുറച്ച് സമയം തിളപ്പിക്കണം. അല്ലെങ്കിൽ ഈ കടലമാവിൻ്റെ പച്ച ടേസ്റ്റ് ഉണ്ടാവും, വെന്ത ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി വെള്ളം കുറവാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചിട്ട് എന്തായാലും കുറച്ച് സമയം ഇരുന്നിട്ട് തിളച്ച് കുറുകി വരുമ്പോഴേ നമ്മൾ കറിക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ കറി അത്യാവശ്യം ഒന്ന് തിളച്ച് കുറുകി വരാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. വഴുതനങ്ങ ഉടഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയത്ത് തിളപ്പിക്കേണ്ടി വരില്ല, പക്ഷെ എന്നാലും ഒന്ന് കുറുകിയിരിക്കണം. അപ്പോൾ തന്നെയാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. എല്ലാം കൂടെ അത്യാവശ്യം ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് കഴിക്കാൻ എടുക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക കേട്ടോ. ഇപ്പോൾ ടേസ്റ്റ് നോക്കുമ്പോൾ ഉള്ള ടേസ്റ്റിനേക്കാൾ കുറച്ചുകൂടെ സെറ്റാവും ആ സമയമാകുമ്പോഴേക്കും. ഇനി ലാസ്റ്റ് കസൂരി മേത്തിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചൂടാക്കി അത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ അത് ഇട്ടിട്ടില്ല കേട്ടോ. ഒരിത്തിരി പച്ച വെളിച്ചെണ്ണ കറി ഓഫ് ചെയ്തതിൻ്റെ ശേഷം മേലെ കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം.
ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, ശരിക്കും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. വഴുതനങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. പിന്നെ കാണുന്ന സമയത്ത് ഇത്തിരി ഓയിലി ആയിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു ഇത്തിരി എണ്ണമയം ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുതലാണ്, നോക്കിയിട്ട് എടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്